നാം നമ്മുടെ മോറൽ എഡ്യൂക്കേഷനിലൂടെ കുട്ടികളെ സന്മാർഗത്തിൽ വളർത്താനായിട്ടുള്ള മൂല്യബോധനമാണ് നൽകുക. നമ്മുടെ രാഷ്ട്രപിതാവും അതുപോലെ മഹത് വ്യക്തികളുമൊക്കെ സ്വപ്നം കണ്ട ഒരു ഭാരതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഈ തലമുറയെ സജ്ജമാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. മാനുഷിക ഗുണങ്ങൾ, സനാതന മൂല്യങ്ങൾ, വാല്യൂ എഡ്യൂക്കേഷൻ, അത് കുട്ടികളിൽ ഉദ്ഭൂതമാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിലൂടെ നാം ലക്ഷ്യം വെക്കുക. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനമാണ് ഇന്ന് നാം നിർവഹിക്കുക. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തി ഹോണറബിൾ ജസ്റ്റിസ് മേരി ജോസഫാണ്. ജീവിതത്തിൽ എന്നും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ സഭാ സമൂഹത്തിനും നിസ്തുലമായ സേവനം നിർവഹിക്കുന്ന ഓണറബിൾ ജസ്റ്റിസ് മേരി ജോസഫ് ഇന്ന് ഇവിടെ വന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ മാഡം വളരെ പ്രചോദനാത്മകമാണ്. മാഡത്തിനെ, ഓണറബിൾ ജസ്റ്റിസ് മേരി ജോസഫിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ അക്കാഡമിക്സിനുള്ള ഇമ്പോർട്ടൻസ്. നമ്മൾക്ക് സ്കൂളിലെ പാഠ്യവിഷയങ്ങൾ പഠിക്കാൻ നമ്മളെ എല്ലാവരെയും ഒരു സമയമാകുമ്പോഴും മാതാപിതാക്കൾ സ്കൂളുകളിലേക്ക് കൊണ്ടെത്തിക്കും. പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും അതിൽപ്പെടും. അത് നമ്മുടെ ജീവിതത്തിന് എന്നും അഭികാമ്യമാണ്, ആവശ്യമാണ്. അത് നന്നായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി റാങ്ക് ഹോൾഡേഴ്സൊക്കെ അല്ലെങ്കിൽ പാസ്സായി നല്ല മാർക്കോടുകൂടി എല്ലാം പാസ്സായി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വേറൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഔദ്യോഗികമായ പദവികൾ ലഭിക്കാനും മറ്റ് സമൂഹത്തിലെ ഉന്നത കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അക്കാഡമിക്സ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമുക്കറിയാം, വളരെ നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഒരു ലോകത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. എല്ലാ തലങ്ങളിലും മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത, അന്യായങ്ങൾക്കും മറ്റുള്ളവരെ അടിച്ചമർത്തലുകൾക്കുമൊക്കെ ഒരു സ്വാഗതം കൊടുക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ തലങ്ങളിലും ആരെക്കുറിച്ചും എന്തും മോശമായ വസ്തുതകൾ പ്രചരിപ്പിക്കാനും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി എന്തും പറഞ്ഞ് ജയിച്ച് നടക്കുന്ന വലിയൊരു പറ്റം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞു മക്കള് നാളെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് അവരിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അവരിൽ ഉളവാക്കിക്കൊണ്ട് അവരിൽ കമ്പാഷൻ എന്താണ്, എമ്പതി എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നല്ലൊരു വ്യക്തിയായി രൂപീകരിക്കാനുള്ള ശ്രമമായിരിക്കണം മാതാപിതാക്കളുടെ ഭാഗത്ത് ഇന്നത്തെ ഈ ആനുകാലിക പ്രസക്തമായ ഈ ലോകത്ത്, മൂല്യങ്ങൾ ശോഷണം വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും അടിസ്ഥാനം. നമുക്കറിയാം, അക്കാഡമിക്സ് ലെവലിലൊക്കെ വലിയ ഉന്നത വിജയമൊക്കെ നേടി ഒരു കുട്ടി നല്ല ജോലിയൊക്കെ നേടിയെടുക്കാൻ വലിയ പ്രയാസമില്ല. പാഠ്യവിഷയങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിച്ചോ അല്ലാതെയോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക് ലെവലിൽ നല്ല രീതിയിൽ വിജയം കാംക്ഷിക്കാനായിട്ട് സാധിക്കും. അതവനെ ഒരു പരിധി വരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാനും പ്രാപ്തരാക്കും. പക്ഷെ മൂല്യങ്ങൾ
അടിസ്ഥാനമില്ലാതെ, മൂല്യങ്ങൾക്ക് അടിസ്ഥാനം കൊടുക്കാതെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരിക്കലും അവനെ ഒരു യഥാർത്ഥ വ്യക്തിയായി രൂപീകരിക്കാനായിട്ട് പ്രാപ്തനാക്കുന്നില്ല. മൂല്യങ്ങൾ ഉള്ളിലേക്ക് അടിത്തറയിട്ടുകൊണ്ട് അക്കാഡമിക്സിൽ ഉന്നത വിജയം നേടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തി അക്കാഡമിക് ലെവൽ കൊണ്ട് അവനുണ്ടാകാവുന്ന പേരിനേക്കാൾ ഉപരിയായി വളരെ അർത്ഥവത്തായ രീതിയിൽ എന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കും. എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഒരു കുട്ടിയിൽ അടിസ്ഥാനപരമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെയും അതിനുപരിയായി അധ്യാപകരുടെയും ഒരു ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഒരു കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങൾ, സമൂഹത്തിലുണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങൾ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എമ്പതി എന്ന് പറയുന്ന ഒരു വികാരം, കമ്പാഷൻ എന്ന് പറയുന്ന ഒരു വികാരം, അത് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ലഭിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു അപകടം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ആക്രമിക്കുന്നത് കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു പോകാനായിട്ട് സാധിക്കില്ല ആ വ്യക്തിക്ക്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് അവനിലുണ്ടെങ്കിൽ. അപ്പോൾ എമ്പതിയും കമ്പാഷനും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ബേസിക്കലി ചൈൽഡ്ഹുഡ് തുടങ്ങി എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആ കുട്ടിയിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം മുതിർന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനായിട്ട് കൂടുതലായിട്ട് അവർ ചെയ്യേണ്ടത്, ഇന്ന് നമുക്കറിയാം, അണുകുടുംബങ്ങളാണ്. 1-2 കുഞ്ഞുങ്ങൾ മാത്രമുള്ള കുടുംബങ്ങൾ. സ്വന്തം കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി കുടുംബത്തിലെ പ്രായമായ വ്യക്തികളെ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ചെയ്യുന്നത്, ഒരു പുതിയ ഭവനം ഉണ്ടാക്കി മാറുമ്പോൾ പഴയ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയതിനെ വാങ്ങി പോകാൻ ശ്രമിക്കും. സാമ്പത്തികമായിട്ട് ഒരുമാതിരിപ്പെട്ട ഭദ്രതയുള്ളവരെല്ലാം ചെയ്യുക അങ്ങനെ തന്നെയാണ്. കാരണം പുതിയ വീട്ടിലേക്ക് പഴയതിനൊന്നും സ്ഥാനം കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പഴയതായി നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത്. നമുക്കറിയാം, വൃദ്ധസദനങ്ങൾ ധാരാളമായി രൂപപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രായമാകുന്ന വ്യക്തികളൊക്കെ വിചാരിക്കുന്നത് വയസ്സായി കഴിയുമ്പോൾ വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ തങ്ങളെ നോക്കാനുണ്ടാവുകയില്ല എന്നുള്ളൊരു ഒരു വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിചാരിക്കും 2, 3, 4 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ എനിക്കൊരിടം കിട്ടും. അതിനായിട്ട് നേരത്തെ തന്നെ നോക്കി കാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളെല്ലാം ചേക്കേറുകയാണ് വിദേശങ്ങളിലോട്ട്. നല്ല ജോലി ലഭിക്കാൻ, നല്ല സാമ്പത്തിക ഭദ്രത ലഭിക്കാനൊക്കെ മാതാപിതാക്കളും മക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിദേശങ്ങളിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന പ്രത്യാശയാണ് ഇന്ന് നമ്മളുടെ കുട്ടികൾക്കുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിലൂടെ കടന്നുപോയി ഒരു ആവശ്യത്തിന്. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ വൈക്കം കഴിഞ്ഞ് കടുത്തുരുത്തി ഭാഗത്താണ്. അപ്പം മുട്ടിയറ ഭാഗത്തൂടി ഞാൻ പോകുമ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ വലിയ വീടുകൾ, നല്ല സുന്ദരങ്ങളായ രമ്യഹർമ്മങ്ങൾ റോഡ് സൈഡിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നല്ല ഭംഗിയുള്ള വീടുകളല്ലേ, മൊത്തത്തിൽ ഇവിടെ അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഒറ്റ നില വീടായിരുന്നു ഇഷ്ടം. പക്ഷേ വേണ്ടത്ര സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു 2 നില കെട്ടിടം പണിയേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒറ്റ നിലയിൽ ജീവിക്കാനാണ് ഇഷ്ടം. കാരണം എല്ലാവരെയും പരസ്പരം മുഖാഭിമുഖം, കുടുംബത്തിലുള്ളവരെയെല്ലാം എപ്പോഴും മുഖാഭിമുഖം കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2 നില കെട്ടിടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പ്രായമായ മാതാപിതാക്കൾക്ക് കാല് വയ്യാണ്ടൊക്കെ ആകുമ്പോൾ കയറാൻ പറ്റൂല, ആ മുകളിലത്തെ നില അങ്ങനെ കിടക്കും. ചെറുപ്പക്കാർ പോയി അവിടെ താമസിക്കും. ഒരാവശ്യത്തിന് വീണ് കിടന്നാൽ പോലും വിളിക്കാനായിട്ട് ഒരാളും ഉണ്ടാവുകയില്ല, കേൾക്കില്ല. അതാണ്, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും പക്ഷെ കേൾക്കില്ല. അപ്പം എൻ്റെ കസിൻ പറഞ്ഞു, ഞാനൊരു വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എന്നെ ഒരു വളരെ വലിയൊരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഏക്കർ കണക്കിന് ഭൂമി, മുറ്റത്തൊക്കെ ധാരാളം പൂഞ്ചെടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മെലിഞ്ഞൊരു മനുഷ്യൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
അത് ഇവിടുത്തെ കാര്യസ്ഥനാണ്. ഈ വീട് നോക്കുന്നത് ഇയാളാണ്. ഈ വീട് വെച്ചിട്ട് ഒരു 5 കൊല്ലമായി കാണും. ഈ 5 കൊല്ലത്തിൽ ഒരു ആഴ്ച പോലും എല്ലാവരും കൂടി, കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കിടന്നപ്പോൾ വളരെ സൗകര്യമുള്ള, വളരെ വിശാലമായ മുറികളുള്ള, വളരെ ഫർണിച്ചറെല്ലാം ധാരാളമുള്ള ഒരു വീട്. അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കും. അതൊരു ഇടത്താവളം മാത്രമാണ്. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കൂടാനായിട്ടുള്ള ഒരു ഇടത്താവളം. ഓരോ വരവിനും 1 ലക്ഷത്തിൽ പരം രൂപ ചെലവാക്കിയിട്ട് വേണം ആ വീട്ടിൽ കയറി സ്വസ്ഥമായി താമസിച്ചു പോകാനായിട്ട്. അവരൊക്കെ വിദേശത്താണ്, മക്കൾ വിദേശത്താണ്, പാരൻസ് വിദേശത്താണ്, എല്ലാവരും അവിടെയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു കടന്നുപോകലിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തി മോറൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് സന്മാർഗ ദിശയിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ മാതാപിതാക്കളെ ഒന്നും അവർ അന്യരായി കാണുകയില്ല, അവരെ ഒന്നും അവർ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞത് പണം മാത്രമല്ല ജീവിതത്തിൽ വലുത്. പരസ്പര ബന്ധങ്ങളോടുകൂടി, പരസ്പര സഹകരണത്തോടുകൂടി, അന്യോന്യം സഹായിച്ചുകൊണ്ട്, അന്യോന്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കി തീർക്കേണ്ടതാണ് കുടുംബം. ആ കുടുംബത്തിൽ കുറേ പേര് പുറത്ത്, കുറേ പേര് അകത്തൊക്കെ ആയിട്ട് ജീവിക്കുന്നത് അത്ര നല്ല ഒരു വസ്തുതയല്ല. അപ്പം നമ്മുടെ മക്കൾക്ക് പരസ്പര ബന്ധങ്ങളും പണമല്ല ജീവിതത്തിൽ വലുതെന്നും, പണം ആവശ്യ ഘടകമാണെന്ന് ഒരു പരിധിവരെ അത് ആവശ്യ ഘടകമാണ്. പക്ഷേ കൂട്ടായ ജീവിതവും മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള മൂല്യവത്തായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തിങ്കിങ് അവർക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സന്മാർഗ ബോധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം. നമുക്കറിയാം, ഇന്ന് പല സ്ഥലങ്ങളിലും അപകടമുണ്ടായാൽ, ഒരു അപകടമുണ്ടായി കിടക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനാണ് നമ്മുടെയൊക്കെ ശ്രമം. ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്ന ഞാൻ കണ്ടു, സോഷ്യൽ മീഡിയയിൽ ഒരു പടം കണ്ടു. നോർത്ത് ഇന്ത്യയിൽ ഒരു പെണ്ണിനെ ക്രൂരമായ രീതിയിൽ 3-4 ആളുകൾ ചേർന്ന് ഉപദ്രവിച്ച് അവളുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് വാട്സപ്പിലൂടെ പ്രചരിക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ തിങ്കിങ് എന്താണ്? നമ്മളൊക്കെ ഏത് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്? ആ സമയത്ത് ആ പെൺകുട്ടിയെ രക്ഷിക്കാനല്ല ശ്രമം ഉണ്ടായിരുന്നത്, അത് കണ്ടിട്ട് അത് വീഡിയോയിൽ പകർത്തിയിട്ട് അത് എല്ലാ സ്ഥലത്തേക്കും പ്രചരിപ്പിക്കാനുള്ള ഒരു ഔത്സുക്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മുടെയൊക്കെ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് തരം താഴ്ന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ, ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ അവനെ കൈപിടിച്ചുയർത്തി അവന് വേണ്ടത്, അല്ലെങ്കിൽ അവൻ്റെ മുറിവുകൾ കെട്ടിവെക്കാനൊക്കെ നമ്മളെ പ്രാപ്തരാക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ മോറൽ എഡ്യൂക്കേഷനാണ്. വെറുതെ ഉള്ള അക്കാഡമിക് ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് അവർ പ്രാപ്തരാകില്ല. ഈ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവുക, അയാളെ സഹായിക്കണം, അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അയാൾക്ക് വേണ്ടത് ചെയ്യണം, അല്ലാതെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കലല്ല എൻ്റെ ദൗത്യം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഇന്ന് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റിസ് ആമുഖത്തിൽ പറയുകയാണ് നീതിയെ പല തലങ്ങളിലാണ് വിവക്ഷിച്ചിരിക്കുന്നത്. നീതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണെന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആണ് അതിൽ മുഖ്യം, സാമൂഹിക നീതി. ആ സാമൂഹ്യ നീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ പിടിച്ചെത്തിക്കണമെങ്കിൽ, ആ സാമൂഹ്യ നീതിയുടെ പരിവേഷം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭൗതിക തലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സന്മാർഗ ബോധം ഇന്ന് അവശ്യ ഘടകം തന്നെയാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഈ സന്മാർഗ ബോധം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് കാണുകയാണെങ്കിൽ, ഒരു തർക്കം കാണുകയാണെങ്കിൽ, ഈ സന്മാർഗ ബോധത്തിലൂടെ വളർന്നു വന്ന ഈ കുട്ടി അവിടെ ഒരു സൊല്യൂഷന് വേണ്ടി ശ്രമിക്കും. അത് അവൻ്റെ അക്കാഡമിക് ലെവലിലുള്ള വളർച്ച അവനെ അതിന് സഹായിച്ചെന്നിരിക്കില്ല. പക്ഷേ സന്മാർഗ ബോധത്തിലൂടെയുള്ള അവൻ്റെ ഒരു ട്രാവലിംഗ്, അവൻ്റെ ഒരു പോക്ക് ഒരുപക്ഷെ അവനെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനൊരു സമാധാനപരമായൊരു പരിസമാപ്തി ഉണ്ടാക്കാനും അവനെ സഹായിക്കും. പിന്നെ പറഞ്ഞു വരികയാണ്, നമുക്കറിയാം, നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്ന ടെക്നോളജിക്കലി ഡെവലപ്ഡ് സൊസൈറ്റിയിലാണ്. എല്ലാവർക്കും കമ്പ്യൂട്ടർ ഡീൽ ചെയ്യാൻ അറിയാം, അല്ലേ? സോഷ്യൽ മീഡിയയിൽ എല്ലാ തലങ്ങളിലും എന്തൊക്കെയാണോ ഉള്ളത് എല്ലാ പിള്ളേർക്കും അറിയാം. ജനിച്ച് കുറച്ച് നാൾ കഴിയുന്ന കുട്ടി വരെ ആവശ്യപ്പെടുന്നത് അമ്മയുടെയോ അച്ഛൻ്റെയോ കയ്യിലിരിക്കുന്ന മൊബൈലാണ്.
ആ മൊബൈലിലൂടെ അവനെല്ലാം അറിയാം. ഒരുപക്ഷെ എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്കറിയാത്ത വസ്തുതകൾ ചെറിയ കുട്ടിക്ക് എല്ലാം അറിയാം. എങ്ങനെയാണ് വിരൽ തുമ്പ് കൊണ്ട് എവിടെ തൊട്ടാൽ എന്ത് ലഭ്യമാകുമെന്ന് വ്യക്തമായി അറിയുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. പക്ഷേ ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസിൽ ഉപരിയായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ലഭ്യമാക്കാനായിട്ട് ഇത് ഉപകരിക്കും. അപ്പം മോറൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു കുട്ടി, സന്മാർഗ ബോധമുള്ള കുട്ടി, അവൻ്റെ വിരൽ തുമ്പുകൾ ഒരിക്കലും അന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവന് ഉതകാത്ത കാര്യങ്ങളിലേക്ക് വിരൽ തുമ്പ് കൊണ്ട് തൊട്ട് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുകയില്ല. അപ്പം നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അക്കാഡമിക്സ് ലെവലിൽ വളർത്തുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം ശ്രമിക്കേണ്ടത് സന്മാർഗബോധം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ തന്നെയാണ്. അത് മാത്രമേ ജീവിതത്തിൽ നിറസാന്നിധ്യമായിട്ട് സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിറം തുളുമ്പി നിറകുടം പോലെ നിൽക്കാനായിട്ട്, അവരെ വളർച്ചയിലേക്ക് നയിക്കാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുവരെ കൊടുക്കാത്തവരെപ്പോഴും കുഞ്ഞുമക്കളെ നല്ല നല്ല മാർഗരേഖയിലൂടെ നടത്താനായിട്ട് ഏറ്റവും അധികമായി ശ്രദ്ധിക്കുക. കാരണം കാലം അവരിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ളവരെപ്പോഴും അവരിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇൻജെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസിൽ ചെന്നുപെടുന്ന കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. മാതാപിതാക്കളാൽ മാതാവ് പീഡിപ്പിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അച്ഛൻ തന്നെ, സംരക്ഷണം നൽകേണ്ട അച്ഛൻ തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട്, ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടാകണമെങ്കിൽ സന്മാർഗബോധം തന്നെ ഏറ്റവും ആവശ്യമായ ഒരു വസ്തുതയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ ഇവിടെ അവാർഡ് ജേതാക്കളായി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം അവരുടെ ആ നേട്ടത്തിന് അവരെ ആശംസിച്ചുകൊണ്ടും ഈ നല്ല ദിനത്തിൽ ഇവിടെ കൂട്ടായിരിക്കാനായിട്ട് നിങ്ങളെ ഏവരെയും ഈശ്വരൻ ഒരുക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ യോഗം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.